ചേർത്ത് പിടിച്ചും കൂടെ ഉണ്ടായിരുന്നപ്പോ ജീവിതത്തിന് വേറൊരു നിറമായിരുന്നു. ആ നിറമൊക്കെ വീണ്ടും പോയി. ആര് പറഞ്ഞു രാധികയുടെ സഞ്ചാരം എവിടെ അവസാനിക്കാം? ശ്യാമയുടെ നെഞ്ചില്. ഭഗവാൻ അങ്ങനെ തീരുമാനിക്കും. ഇതാരാ ഇതൊക്കെ ഒരുക്കിയത്? സ്വാമിനി എഴുന്നേറ്റോ? ഞാൻ പ്രാർത്ഥനാ മുറിയിൽ വരുമ്പോ ആരെയും കണ്ടില്ല. ഒരുക്കങ്ങൾ നടത്തിയത് തെറ്റാണോ? ഇല്ല, വിസ്മയമാണ്. എത്ര ഭംഗിയായിട്ട് ഒരുക്കിയിരിക്കുന്നത് രാധിക. കുറെ നേരത്തെ എഴുന്നേറ്റോ കുട്ടി? അച്ഛൻ പൂജയ്ക്ക് പോകുമ്പോ എഴുന്നേക്കുന്ന ശീലമുണ്ട്. അച്ഛൻ പോയി കഴിയുമ്പോ ഞാൻ വീട്ടിലെ പൂജാമുറി ഒരുക്കാറുണ്ട്. അത് പറയും, അതിന്റെ കൈവഴക്കം കാണാനും ഉണ്ട്. ഭഗവാന് ഒരു പ്രത്യേക ചൈതന്യം വന്നതുപോലെ. എങ്കിൽ പിന്നെ രാധിക തന്നെ വിളക്ക് തെളിയിച്ചോളൂ. ഹലോ, പ്രിയങ്കയല്ലേ? അതെ. എന്റെ പേര് നവനീത്. ഞാനൊരു ഹിന്ദി സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. എന്താ വിളിച്ചത്? കുറച്ചാൾ മുമ്പ് ഗായികയായ ശ്യാമ നിങ്ങൾക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ നടത്തിയിരുന്നു. അന്ന് അവർ നിങ്ങളുടെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്നു. പ്രിയങ്ക ഇപ്പൊ അഭിനയിക്കാൻ തയ്യാറാണോ? അതെ. നല്ല വേഷമാണോ? 4 ഹീറോയിൻസിന്റെ ഒരു സ്റ്റോറിയാണ്. 4 പേർക്കും തുല്യ പ്രാധാന്യമാണ്. അതിലൊരാളെ പ്രിയങ്കയെ കാസ്റ്റ് ചെയ്യണമെന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട്. മുംബൈ പഠിക്കുന്ന ഒരു മലയാളി വിദ്യാർത്ഥിയുടെ ഒരു ക്യാരക്ടറാണ്. പ്രിയങ്ക ഓക്കെ ആണെങ്കിൽ ഞങ്ങളത് പ്രൊസീഡ് ചെയ്യാം. ഞാൻ ഓക്കെയാ. ഓക്കെ, എന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ വിളിക്കാം. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഇതിനു വേണ്ടി ശ്യാമ മാഡത്തിനെ ഇനി വിളിക്കേണ്ടതുണ്ടോ? ഏയ് ഇല്ല ഇല്ല, അവരെയൊക്കെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? എല്ലാം ശരിയാക്കിയിട്ട് മാഡത്തിനോട് പറഞ്ഞാൽ പോരെ. ഓക്കെ, താങ്ക് യു നവനീത്. ഓക്കെ, താങ്ക് യു. ശ്യാമ മാഡം റെക്കമെൻഡ് ചെയ്തത് ചേച്ചി പറഞ്ഞിട്ടാ. ചേച്ചിയെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കിയതിന്റെ പേരിൽ ഇനി അവര് പോയി കുഴപ്പമുണ്ടാക്കുവോ? നവനീത് പറഞ്ഞല്ലോ, വിളിക്കേണ്ട കാര്യമില്ല. നേരിട്ട് കാണുമ്പോൾ നവനീതിനെ ഒന്ന് കയ്യിലെടുക്കണം. വെള്ളം നിന്നുപോയല്ലോ. അതെപ്പോഴും അങ്ങനെ ചേച്ചി. ഈ പ്ലംബർമാരൊന്നും ശരിയല്ല. വെറുതെ പ്ലംബറെ കുറ്റം പറഞ്ഞു. ടാങ്കില് വെള്ളം കുറവായിരിക്കും. എന്താ മോളെ
മോള് കാണിക്കുന്നേ? ആകെ നനയില്ലേ? മോൾ ഇവിടെ നിന്നാ മതി കേട്ടോ. വെള്ളം വീണ്ടും പോയല്ലോ. ഇതാരോ കരുതിക്കൊട്ടി ചെയ്യുന്നതാ. ഇതാരാണെന്നൊന്ന് അറിയണല്ലോ. വാ നമുക്ക് നോക്കാം. വാ.